ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പം ഈ ആഴ്ച എൻഡ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ട്രേഡിംഗ് അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ ഒരു ഓവറോൾ സ്ട്രക്ചർ നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ നമുക്ക് നോക്കാം ഈ വീക്ക് എങ്ങനെയുണ്ടെന്ന്. ടോട്ടലി ഒരു എന്താ പറയുക, ഈ ഒരു കഴിഞ്ഞ 3-4 ദിവസം, അതായത് കഴിഞ്ഞ ഒരു 2 ദിവസത്തെ ട്രേഡിംഗ് മാർക്കറ്റിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയെ ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടലി ഉള്ള ലോക മാർക്കറ്റുകൾ നോക്കുമ്പോൾ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ ഫ്ലാറ്റ് ആണ്. ആൻഡ് S&P നാസ്ഡാക്കിൻ്റെ നോക്കുകയാണെങ്കിൽ 500 ക്ലോസിൽ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ്ലി ആയിരുന്നു നടന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് പൊതുവെ പോസിറ്റീവായിട്ടാണ് നിലനിൽക്കുന്നത് നിലവിൽ. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിലവിൽ 25 പോയിൻറ്റ്സ് അപ്സൈഡാണ്. മാർക്കറ്റ് യുദ്ധഭീതി ഒഴിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് സ്റ്റേബിൾ ആയിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് പൊതുവെയുള്ള ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ നിക്കി 2107 പോയിൻറ്റ്സ് അപ്സൈഡാണ്. സ്ട്രേറ്റ് ടൈംസ് പോസിറ്റീവാണ്. ഹാങ്സങ് പോസിറ്റീവാണ്. തായ്വാൻ വൈറ്റിന് 1000 പോയിൻറ്റ്സ് അപ്സൈഡാണ്. സോ നമുക്ക് അതിൻ്റെ ഒരു അലവലികൾ നമ്മുടെ ഏഷ്യൻ മാർക്കറ്റ്സിലും മേ ബി ഉണ്ടാകാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് മേ ബി യുദ്ധഭീതി ഒഴിയുവാണെങ്കിൽ ഒന്ന് മാർക്കറ്റ് സ്റ്റേബിൾ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്രെൻഡ് ക്രൂഡ് ഡൗൺ വന്നിട്ടുണ്ട്. $89 ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. സോ യുദ്ധഭീതി ഒഴിയുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് താഴാൻ തന്നെയാണ് പോസിബിലിറ്റി ഉള്ളത്. ഇപ്പം നിലവിൽ 50 പോയിന്റ് ഗിഫ്റ്റ് നിഫ്റ്റി അപ്സൈഡ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, മാർക്കറ്റ് ഒരു യുദ്ധഭീതി ഒഴിയുവാണെങ്കിൽ 50-60 പോയിന്റ് അപ്സൈഡ് പോകാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. സോ ഈ ഒരു യുദ്ധഭീതി ഒഴിയുന്ന സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ മേ ബി നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഓപ്പണിംഗ് നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നലത്തെ നിഫ്റ്റി ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെയാണ് പ്രൈസ് ആക്ഷൻ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തി ഈ ഡിമാൻഡ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് പോവുകയാണ് ഉണ്ടായത്. ആൻഡ് ഈ ഒരു സോൺ 23,360 നമ്മൾ മുകളിൽ വരച്ചിരിക്കുന്ന ഈ ഒരു സോണിൽ മാർക്കറ്റ് എന്ത് സംഭവിച്ചു? ഈ സോണിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ മാർക്കറ്റ് ഡൗൺ സൈഡ് വരികയാണ് ഉണ്ടായത്. സോ നമുക്ക് ഇതൊക്കെ മാറ്റാം. അതിൻ്റെ ലെവൽസ് നമുക്ക് ഇത് തന്നെ കീപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. 23,000 ഈ സോൺ, ഈ ഒരു നമ്മൾ ചിന്തിക്കും ഈ ഒരു ലൈറ്റ് ഏരിയ മാത്രമായിരുന്നു. അങ്ങനെയല്ല. ഈ 23,000 എന്ന് പറയുന്ന ഈ ഒരു സോൺ റേഞ്ചിൽ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് എടുത്ത് നിൽക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് സ്റ്റെബിലിറ്റി പ്രതീക്ഷിക്കാം മാർക്കറ്റിലൊന്ന്. ഓക്കെ, അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം 23,000 ഒരു നല്ല സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഈ ഒരു ഏരിയയിൽ 23,570 നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ ലൈൻ ഈ സോണിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുക്കാനായിട്ട് അടുത്ത ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഫസ്റ്റ് ഈ ഒരു സെല്ലിംഗ് സോൺ മാർക്കറ്റ് അതിജീവിക്കണം. അതിന് അതിജീവിച്ച ശേഷം ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയുടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പോസിറ്റീവ് സെൻസിലേക്ക് മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ 23,000 ആയിരിക്കും ഞാൻ ഡിമാൻഡ് സോൺ ആയിട്ട് കണക്കാക്കുക. ഈ ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 22,702 ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ആൻഡ് ഈ ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അടുത്ത മാർക്കറ്റ് ഇത്രയും വലിയ ഒരു ഫോളിലേക്ക് പോകാനാണ് പോസിബിലിറ്റി. അതായത് ഇത്രയും വലിയൊരു പോസിബിലിറ്റി 2-3% ഫോള് മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കണ്ടിട്ടാണ് ഞാൻ ഈ സോൺസ് എല്ലാം ആദ്യമേ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. സോ നമുക്ക് എന്തായാലും സ്വിംഗ് ട്രേഡേഴ്സൊക്കെയാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് അപ്സൈഡ് പോകുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മാർക്കറ്റിനെ വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു 23,560 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അടുത്ത 24,000 റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു വ്യൂവോടെയാണ് ഞാൻ മാർക്കറ്റിനെ സമീപിക്കുന്നത്. എൻ്റെ ലെവൽസ് എല്ലാം ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്തിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് ന്യൂസസ് ഒന്നും നിലവിലില്ല. ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്ന ന്യൂസസ് ഒന്നും ഇന്ന് എന്തായാലും ഇല്ല. ഓക്കെ, അപ്പം നോക്കാം. പിന്നെ US FDA ഒരു ഇൻസ്പെക്ഷൻ നമ്മുടെ ഡാബർ ഇന്ത്യയുടെ പുതിയ പ്ലാന്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സഞ്ജയ് ലോഹിയെ ഡയറക്ടർ ഓഫ് ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടറിനെ ആയിട്ട് നിയമിച്ചു എന്നുള്ളൊരു ന്യൂസുണ്ട്. പിന്നെ രജനീഷ് നാരായൺ ഡയറക്ടർ ഫിനാൻസ് ഓഫ് ദ കമ്പനി വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമിച്ച രജനീഷ് നാരായണനെ നിയമിച്ചു എന്നുള്ള ന്യൂസുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ന്യൂസസ് ഒക്കെ നിലവിലുണ്ട്. പിന്നെ ബ്ലോക്ക് ഡീൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതൽ ഞാൻ എന്താ പറയുക, ട്രേഡ്സ് എടുക്കാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഇന്ന് വാച്ച് ചെയ്യാൻ തന്നെയാണ് ഞാൻ നോക്കുന്നത്. മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവുമോ ഇല്ലേ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ കൂടുതൽ ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ഞാൻ നോക്കത്തുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് ഞാൻ ഈ അടുത്ത ആഴ്ച വാച്ച് ലിസ്റ്റും കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇന്നത്തെ ഒരു ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും കെയർഫുൾ ആയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലോസിങ് നോക്കിയ ശേഷം മാത്രം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. ആൻഡ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇന്നലൊരു സ്റ്റോക്ക് ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഡാംകോ സിസ്റ്റംസ് ആണ്. ഞാൻ അത് ഒരു 476 റേഞ്ചിൽ വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചതാണ്. ആൻഡ് ആ ഒരു സ്റ്റോക്ക് പിന്നെ പോയത് അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ ബ്രേക്ക് ചെയ്ത്
90 റേഞ്ചിലേക്കാണ് മൂവ് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ സ്ട്രോങ് സ്റ്റോക്സ് നമ്മൾ തിരഞ്ഞെടുത്ത് പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാം. ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ താങ്ക് യു.